1970-കളിലും 80-കളിലും ലൂപ്പസ് വന്നൊരു രോഗിയാണെങ്കിൽ പലപ്പോഴും അത് കിഡ്നിയെ ബാധിച്ചാലും ബ്രെയിനിനെ ബാധിച്ചാലും ഒരു 100 പേരിൽ 50 പേരോളം ഒരു 5 വർഷത്തിൽ മരിക്കുന്ന രീതിയിലായിരുന്നു പഴയ പ്രോഗ്നോസിസ്. അതായത് വളരെ ഡെഡ്ലി ആയിട്ടുള്ള അസുഖമായിരുന്നു SLE എന്ന് പറയുന്നത്. പക്ഷേ അന്ന് ഇതിന് മരുന്നുകളില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം മരുന്നുകളില്ല എന്നുള്ളതാണ്. സ്റ്റിറോയിഡുകൾ മാത്രമായിരുന്നു. സ്റ്റിറോയിഡുകളും പിന്നെ സൈക്ലോഫോസ്ഫോൺ എന്ന് പറയുന്ന മരുന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 1990-കൾ വരെ. അത് കഴിഞ്ഞ് മരുന്നുകളുടെ കുറേ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെട്ട ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖ കഴിഞ്ഞൊരു 30 വർഷമായിട്ടാണ് വളരെയധികം വികസിച്ചത്. ഇപ്പോൾ നമുക്കറിയാം ക്യാൻസർ തന്നെ പലപ്പോഴും ഇമ്മ്യൂണോളജിക്കൽ തെറാപ്പീസാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ മാനിപ്പുലേഷനാണ് നമ്മുടെ അടുത്ത ഒരു 50 കൊല്ലത്തേക്ക് നമുക്ക് വരാൻ പോകുന്നത്. ഇമ്മ്യൂണോളജിക്കലും ജനറ്റിക്സും ഈ രണ്ടുമാണ് ഭയങ്കര അപ്കമിങ് ആയിട്ടുള്ള ഫീൽഡ്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് നമുക്കറിയാം SLE എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം, ഇമ്മ്യൂൺ സിസ്റ്റത്തെ എങ്ങനെ നമുക്ക് അതിനെ മെരുക്കാം, എന്തുകൊണ്ടാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്തൊക്കെ ചേഞ്ച് കൊണ്ടാണ് SLE ഉണ്ടാകുന്നത് തുടങ്ങിയതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞൊരു 30 കൊല്ലം കൊണ്ട്. അതുകൊണ്ട് തന്നെ പല മരുന്നുകൾ വന്നു. ഒന്ന് HCQ എന്ന് പറയുന്ന മരുന്നുകളാണ് ആദ്യകാലത്തിൽ യൂസ് ചെയ്തിരുന്നത്. കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഡ്രഗാണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ. അതെങ്ങനെ ഒപ്റ്റിമലി യൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. മലേറിയയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച മരുന്നാണ്. അത് SLEയിൽ റീപർപ്പസ് ചെയ്ത് SLEയിൽ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വളരെ എഫക്റ്റീവ്, വെരി വെരി എഫക്റ്റീവ് ഡ്രഗ്. SLEയിലേക്ക് തോന്നുന്ന ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ഹൈഡ്രോക്സിക്ലോറോക്വിൻ തന്നെയാണ്. SLEയുടെ ഒരു ബേസ് ലൈൻ ഡ്രഗാണ്. പക്ഷേ അത് ചില സിവിയർ ഡിസീസിൽ അത് ചികിത്സിച്ചാൽ അതുകൊണ്ട് മാത്രം നിൽക്കണമെന്നില്ല. അതുകൂടാതെ MMF എന്ന് പറയുന്ന മരുന്ന് വന്നു, മൈക്കോഫിലറ്റ് മൊഫറ്റിൽ. അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2005-ലൊക്കെയാണ് ആ മരുന്ന് നല്ല രീതിയിൽ യൂസ് ചെയ്ത് തുടങ്ങിയത്. 10-20 വർഷത്തോളമായി ആ മരുന്ന് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അതിനുശേഷം റിട്ടുക്സിമാബ് എന്ന് പറയുന്ന മെഡിസിൻ വന്നു, ബെലിമുമാബ് എന്ന് പറഞ്ഞ മെഡിസിൻസ് വന്നു, അനിഫ്രോലുമാബ് തുടങ്ങിയ പല പല മരുന്നുകളും കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. ഈ മരുന്നുകളെക്കുറിച്ച് നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യാം, എന്തൊക്കെ മരുന്നുകളാണ് വന്നതെന്നുള്ളത്. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും മരുന്നുകൾ കണ്ടുപിടിച്ചതുകൊണ്ട് ഒരു 100 SLE പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു 5 വർഷത്തേക്ക് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 95-98% ആളുകളും സർവൈവ് ചെയ്യും. അവർ സാധാരണ ജീവിതം നയിക്കും. അവരുടെ അസുഖത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കാം. 2% ആളുകൾ ഇപ്പോഴും വളരെ സിവിയറായിട്ട് ഡിസീസ് വന്ന് എന്ത് ചെയ്താലും പലപ്പോഴും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത മരുന്നുകൾ അസുഖം വരാറുണ്ട്. അത് വളരെ വളരെ റെയറാണ്. ഒരു 2% താഴെ മാത്രമേ ഉള്ളൂ. അതിൽ പലപ്പോഴും വരുന്ന അസുഖം മൂർച്ഛിച്ച ശേഷം നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ സമയത്തിൽ കണ്ടുപിടിച്ച് ഏർലി സ്റ്റേജിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും SLEയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കൺട്രോൾ ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കും. മരണനിരക്ക് വളരെയധികം കുറഞ്ഞു. അതൊരു ഭയങ്കര ഡ്രമാറ്റിക് ചേഞ്ചാണ്. ഇപ്പോൾ നമ്മുടെ തന്നെ SLE പേഷ്യൻസ് ഉണ്ട്. പൈലറ്റായിട്ട്, എയർ ഹോസ്റ്റസായിട്ട്, അല്ലെങ്കിൽ വലിയ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നവർ, ഡാൻസ് കളിക്കുന്നവർ, വലിയ ആർട്ടിസ്റ്റുകൾ, പോയറ്റ്സ്. അപ്പോൾ അങ്ങനെ നാനാ തരത്തിലുള്ള വലിയ രീതിയിലെത്തുന്ന ഏത് തരത്തിലുള്ള ജോലികളും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് SLE എന്ന് പറയുന്ന രോഗത്തെ കൺട്രോൾ ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ മേജർ ചലഞ്ച് SLE എനിക്ക് തോന്നുന്നു ലോങ് ടേമിൽ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അതായത് ലോങ് ടേം മരുന്ന് കഴിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും ആളുകൾ മരുന്ന് മുടക്കുന്നു, അസുഖം തിരിച്ചു വരുന്നു. അസുഖം തിരിച്ചു വന്നിട്ട് പലപ്പോഴും ആളുകൾ സീരിയസ് ആകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഡ്രഗ് ഡീഫോൾട്ടാണ്, മരുന്ന് മുടക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ആളുകളിൽ വളരെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസീസ് വരാണ്ട് അതൊക്കെ 100-ൽ 1-2 മാത്രമേ ഉള്ളൂ. മരുന്ന് കൊടുത്ത് കറക്റ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ 98% ആളുകളിലും നമുക്ക് അസുഖം കൺട്രോൾ ചെയ്ത് നമുക്ക് വരുതിയിൽ വരുത്താൻ സാധിക്കും. SLE പോലെയുള്ള സിവിയർ ആയിട്ടുള്ള അസുഖത്തിൽ അത് വലിയൊരു കാര്യമാണ്, അസുഖത്തെ വരുതിയിൽ വരുത്തുക എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മേജർ ചലഞ്ച് ഒന്ന് ഇവരെ അഡ്ഹിയറൻസ് ചെയ്യിക്കുക, ഇവരെ മരുന്ന് കറക്റ്റായിട്ട് കഴിപ്പിക്കുക, അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുക. ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും, ചിലർക്ക് മരുന്നുകളെക്കുറിച്ചുള്ള ഡൗട്ടുകളായിരിക്കും, ചിലർക്ക് തെറ്റിദ്ധാരണകളായിരിക്കും, ചിലർക്ക് ഫാമിലി പ്രഷേഴ്സ് ആയിരിക്കും. എന്തുകൊണ്ടാണെങ്കിലും മരുന്ന് മുടക്കുന്നവരുടെ എണ്ണം കഴിയുന്നതും കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. കുറച്ച് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരു മേജർ ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നവർക്കും ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിലൊക്കെ വന്ന ഡേറ്റ സൂചിപ്പിക്കും. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു SLE വന്ന് 10, 15, 20 വർഷം കഴിയുമ്പോൾ ഇവർക്ക് പലപ്പോഴും ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുന്നു. സാധാരണ ഫീമെയിൽസിൽ നമുക്കറിയാം, ലേഡീസിന് ഒരു 35-40 വയസ്സിലൊക്കെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അവർക്ക് ഹോർമോൺസ് ഉള്ളതുകൊണ്ടും കറക്റ്റായിട്ട് നോക്കുന്നത്, അവരുടെ ഹോർമോൺസ് നമ്മുടെ കൊളസ്ട്രോളിനെ കുറച്ച് നിർത്തുന്നതുകൊണ്ടും ഹാർട്ട് അറ്റാക്ക് റിസ്ക് വളരെ കുറവാണ്. പക്ഷേ SLE ഉള്ള പേഷ്യൻസിന് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് മറ്റുള്ളവരുടെ പ്രായത്തിലുള്ള ലേഡീസിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ കാർഡിയോ വാസ്കുലർ റിസ്ക് കുറയ്ക്കുക, അവരുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് നിർത്തുക, കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യിക്കുക, അവരുടെ ബോൺ ഹെൽത്ത്, ഓസ്റ്റിയോപോറോസ് വരാതെ നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ
റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SLEയുടെ ചികിത്സയിൽ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ 20-30 വർഷം കൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇനിയുള്ള വർഷങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷം വളരെ വലിയൊരു കുതിച്ചുചാട്ടവും കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ CAR T-സെൽ തെറാപ്പി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറ്റിയിട്ട് T-സെല്ലിൻ്റെ ഫംഗ്ഷനെ നമ്മുടെ ശരീരത്തിൽ നിന്നെടുത്ത കോശങ്ങളെ അതിനെ SLE ചെറുക്കാനായിട്ട് SLE ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ അതിനെ പഠിപ്പിച്ച് വീണ്ടും ശരീരത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് CAR T-സെൽ തെറാപ്പി എന്ന് പറയുന്നത്. ആ തെറാപ്പി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വേൾഡിൽ തന്നെ 3-4 SLE രോഗികൾ അത് ട്രൈ ചെയ്ത് അവർക്ക് എല്ലാ മരുന്നുകളും നിർത്താനും ലോങ് ടേം അസുഖം പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു വളരെ ശുഭകരമായ വാർത്ത കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് നമുക്ക് ലോഞ്ച് ചെയ്ത് അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം, SLE അസുഖം വന്നു എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഒരാൾക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഇപ്പം ഇൻ്റർനെറ്റൊക്കെ വായിച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ തോന്നും. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് ചികിത്സിച്ച് കറക്റ്റായിട്ട് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 98% ആളുകൾക്കും സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കും. അവരൊരു ഡേഞ്ചർ സോണിൽ പോകുന്നതിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും.